എന്ത് കേസ്? കാട്ടിൽ കയറി ഓരോരുത്തരന്മാർ കഞ്ചാവ് വളർത്തുന്നു, വേറെ ചിലർ മരം വെട്ടിക്കൊണ്ടുപോകുന്നു, മറ്റു ചിലർ മൃഗങ്ങളെ വേട്ടയാടുന്നു. അതിനൊന്നും കേസില്ല. പാവപ്പെട്ട ഞാനൊന്ന് കയറിപ്പോയപ്പോൾ അതിക്രമിച്ച് കയറിയെന്നും കാട് നശിപ്പിച്ചെന്നും കള്ളക്കേസ്. അതെന്ത് നീതി? ഇത് ഞാൻ അംഗീകരിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. ആ പെണ്ണുമ്പോളോട് പോകാൻ പറ, ഞാൻ ഫൈറ്റ് ചെയ്തോളാം. ചെയ്തോ, ആവശ്യത്തിന് ചെയ്തോ. നിന്റെ ഫൈറ്റൊക്കെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറാ മഹേന്ദ്ര. ഒക്കെ വെറും വേസ്റ്റ്. ഞാൻ പിന്നെ വിളിക്കാം. അമൃതയെ ബലമായിട്ട് കല്യാണം കഴിക്കാനുള്ള പ്ലാൻ ഇട്ടപ്പോ തന്നെ ലക്ഷ്യം സാധിച്ചില്ലെങ്കിൽ പുലിവാലാവൂന്ന് ഞാൻ നിനക്ക് മുന്നറിയിപ്പ് തന്നതാ. എന്നിട്ടും നീ വേണ്ട ഗൗരവം അതിന് കൊടുത്തില്ല. അമൃതയെ കൈ കിട്ടിയിട്ടും അവസരം ഉപയോഗിക്കാൻ നിനക്ക് കഴിഞ്ഞില്ല. മണ്ടത്തരം കാണിച്ച് നീ എല്ലാം നശിപ്പിച്ചു. ഞാനല്ല, ചേച്ചിയാ മണ്ടത്തരം കാണിച്ചത്. അഭിമന്യുവിനെ കൊല്ലാനും അമൃതയെ കല്യാണം കഴിക്കാനും നമ്മളിട്ട പ്ലാൻ എല്ലാം സൂപ്പറായിരുന്നു. അതിനിടയിൽ ചേച്ചി പ്രഭചേച്ചിയുടെ വാക്ക് കേട്ട് ആ ദേവയ്ക്കിട്ടും പണിയെടുക്കാൻ തീരുമാനിച്ചു. ആ മണ്ടത്തരം കൊണ്ടാ അമൃത കയ്യിന്ന് പോയത്. ദേവിയെ തിരഞ്ഞ നന്ദൻ അമൃതയുടെ കൂടെ പെട്ടതോടെ നമ്മുടെ പ്ലാൻ പൊളിഞ്ഞു. എന്നിട്ട് ഞാൻ അതിനെ മറികടന്ന് കല്യാണം വരെ എത്തിച്ചു. അപ്പോഴല്ലേ ആ ഓഫീസർ വന്ന് കയറിയത്. ഈ കാട്ടിലുള്ള ഓഫീസർമാർക്ക് അവന്മാരുടെ ജോലി ചെയ്തപ്പോരെ, അവരെന്തിനാ നാട്ടിലുള്ള എന്റെ കല്യാണം മുടക്കുന്നത്? ഇതൊക്കെ ഈ നാട്ടിലും ആ കാട്ടിലും ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതിന്റെ കുഴപ്പമാ. നിനക്ക് പറയാനേ 100 ന്യായങ്ങളുണ്ടാവും. പക്ഷേ അമൃതയ്ക്ക് പറയാൻ ഇനി ഒരു ന്യായം മാത്രമേ ഉള്ളൂ. നിന്നെ അവളുടെ പരിസരത്ത് പോലും കണ്ടുപോകരുതെന്നൊരു ന്യായം. അത് നടക്കില്ല. അമൃത എന്റെ പെണ്ണാ, ജന്മജന്മാന്തരങ്ങളായി എന്റെ മാത്രം പെണ്ണ്. അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ജന്മങ്ങളുടെ കണക്കൊക്കെ നിന്റെ കയ്യിൽ തന്നെ വെച്ചാ മതി. കാരണം ഭർത്താവിന്റെ സ്ഥാനത്ത് അവളുടെ മനസ്സിൽ അഭിമന്യു മാത്രമേ ഉള്ളൂ. നിന്റെ പേര് പോലും അവളുടെ ഹൃദയത്തിൽ നിന്ന് വെട്ടി. എങ്കിൽ ഈ ജന്മത്തിൽ ഞാൻ അവളുടെ വില്ലനാകും. അവളെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവളെയും കൊന്ന് ഞാനും ചാവും. മരണത്തിനപ്പുറത്തുള്ള ഒരു ലോകത്ത് ഞങ്ങൾ ഒന്നിക്കും. ഇത്തരം സൈക്കോ ഉടായ്പൊന്നും കൊണ്ടേ അവളുടെ മനസ്സ് മാറാനൊന്നും പോകുന്നില്ല. പിന്നെ ജീവിതമൊക്കെ നമ്മൾ ഭൂമിയിൽ തന്നെ ജീവിക്കുന്നതാ മഹേന്ദ്ര. ഈ ജീവിതത്തിന് മുമ്പും ശേഷവും ഇതല്ലാതെ വേറെ ഒരു തേങ്ങയും ഇല്ല. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് ബുദ്ധിപൂർവ്വം ആലോചിക്കുക. എടുത്തു ചാടിയ അബദ്ധം ഒന്നും കാണിക്കരുത്. എന്തായാലും എന്നെക്കുറിച്ച് അമൃതയ്ക്ക് സംശയമൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. പക്ഷേ ഭാവിയിൽ നിന്നെ തള്ളി പറയേണ്ടടുത്ത് തള്ളി പറഞ്ഞില്ലെങ്കിൽ പഞ്ചരത്നങ്ങള് എന്നെ അവിശ്വസിക്കും. അത് നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് തടസ്സമാവും. നിന്നെ സഹായിക്കാൻ എനിക്ക് പറ്റിയില്ലെങ്കിൽ അതിന്റെ പേരിൽ നീ എന്നെ കുറ്റപ്പെടുത്തരുത്. ചേച്ചിയുടെ നോട്ടം ആ ഹോട്ടലും അതിരിക്കുന്ന സ്ഥലമാണെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് വേണ്ടത് അമൃതയാണ്, അവളെ മാത്രം. എന്നെ തള്ളിപ്പറഞ്ഞിട്ട് പഞ്ചരത്നങ്ങളുടെ കണ്ണിലുണ്ണിയെ തുടരാമെന്ന് ചേച്ചി കരുതണ്ട. ആ സ്ഥലം ചേച്ചിക്ക് കിട്ടില്ല. എന്റെ ലക്ഷ്യം സാധിച്ചില്ലെങ്കിൽ ചേച്ചിയുടെ നാടകം പഞ്ചരത്നങ്ങളുടെ മുന്നിൽ പൊളിക്കുന്നത് ഞാനായിരിക്കും. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.